നാളെ മുതൽ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങും. ഈ വാക്ക് നമ്മൾ നമ്മുടെ സ്വന്തം മനസ്സിനോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. ഓരോ തവണ പുസ്തകം എടുക്കുമ്പോഴും തോന്നും ഇപ്പൊ വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് തുടങ്ങാം. ഈ ഒരു മടി കാരണം നമ്മളുടെ സ്വപ്നമായിട്ടുള്ള സർക്കാർ ജോലി അല്ലെങ്കിൽ നമ്മുടെ കരിയർ ഇതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മടിയെ പടിക്ക് പുറത്താക്കിയിട്ട് എങ്ങനെ പഠനത്തിൽ ഫോക്കസ് ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. നമ്മുടെ തലച്ചോറിന് വലിയ വലിയ ടാസ്കുകളൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടിയാണ്. അതുകൊണ്ടാണ് നമുക്ക് ശരിക്കും മടി വരുന്നത്. അപ്പൊ ഇതിനൊരു സൊല്യൂഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 5 മിനിറ്റ് റൂള് നോക്കാം. ഈ പഠിക്കാൻ നല്ല മടി തോന്നുന്ന സമയത്ത് നമ്മൾ നമ്മുടെ മനസ്സിനോട് പറയുക, ഞാൻ ഒരു 5 മിനിറ്റ് മാത്രമേ പഠിക്കുകയുള്ളൂ. എന്നിട്ട് ആ 5 മിനിറ്റ് കൊണ്ട് ചെറിയൊരു ടോപ്പിക് വായിക്കാം. അപ്പൊ നമ്മൾ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ഫ്ലോയിൽ നമുക്ക് കൂടുതൽ നേരം പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ തുടങ്ങുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കടമ്പ എന്ന് പറയുന്നത്. ഇനിയിപ്പോ ഹിസ്റ്ററി മുഴുവൻ പഠിക്കും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മടി വരും. കാരണം ഹിസ്റ്ററിക്ക് വലിയൊരു സിലബസ് ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ അതിന് പകരം നിങ്ങൾ ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കൂ, ഹിസ്റ്ററിയിലെ 2 പേജ് മാത്രം ഞാൻ വായിക്കും. അപ്പൊ ലക്ഷ്യങ്ങൾ ചെറുതാകുമ്പോൾ നമ്മുടെ ബ്രെയിനിന് അത് പൂർത്തിയാക്കാൻ ആവേശം കൂടും. ഓരോ ചെറിയ ടാസ്ക് കഴിയുമ്പോഴും നമുക്ക് തന്നെ ഒരു വലിയ ആത്മവിശ്വാസം ലഭിക്കുകയും ചെയ്യും. ഇനി മണിക്കൂറുകളോളം അടുപ്പിച്ചിരുന്ന് പഠിക്കാനായിട്ട് ആർക്കും പറ്റില്ല. ഇപ്പോ ചിലർ പറയാറുണ്ട് 10 മണിക്കൂർ പഠിച്ചു, 12 മണിക്കൂർ പഠിച്ചു എന്നൊക്കെ. അതിലൊന്നും കാര്യമില്ല. അപ്പൊ അവിടെ നിങ്ങൾക്ക് പോമോഡോറോ ടെക്നിക് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് പ്രയോഗിക്കാം. അതായത് ഒരു 20-25 മിനിറ്റ് നിങ്ങൾ ഫുൾ കോൺസെൻട്രേഷനിൽ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ഒരു ബ്രേക്ക് എടുക്കുക. ഈ ബ്രേക്കിൽ നമ്മൾ ഫോണൊന്നും നോക്കരുത്, പകരം ഒന്ന് എണീറ്റ് നടക്കുക, ഒരു ചെറിയൊരു വാമപ്പ് ചെയ്യുക, ഇതൊക്കെ ചെയ്യാം. ഇനി നമ്മുടെ കോൺസെൻട്രേഷൻ കൂട്ടാനായിട്ട് ഈ ഒരു പോമോഡോറോ ടെക്നിക്ക് വളരെ ഉപകാരപ്രദമാണ്. ഓക്കെ, ഇനി പഠിക്കാനിരിക്കുമ്പോൾ ഏറ്റവും വലിയൊരു ശത്രു എന്ന് പറയുന്നത് നമ്മുടെ അടുത്തിരിക്കുന്ന ആള് തന്നെ, അതായത് നമ്മുടെ ഫോണാണ്. പഠിക്കുമ്പോഴേ ഈ ഫോൺ സൈലന്റ് ആക്കി അത് മറ്റൊരു റൂമിൽ കൊണ്ടുവെക്കാനായിട്ട് നോക്കുക. ഇപ്പൊ ഈ ഇൻസ്റ്റാഗ്രാം റീൽസും അല്ലെങ്കിൽ വാട്സപ്പ് സ്റ്റോറിയും ഒക്കെ നമ്മുടെ ആ ഒരു പഠനത്തിന്റെ ഫ്ലോയെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഇനി നിങ്ങൾ എന്തിനാണ് ഈ പരീക്ഷ എഴുതുന്നത്? നല്ലൊരു ലൈഫ് സ്റ്റൈൽ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണോ? സമൂഹത്തിൽ നല്ലൊരു പദവി കിട്ടാൻ വേണ്ടിയിട്ടാണോ? നമ്മുടെ അച്ഛനമ്മമാരുടെയൊക്കെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണോ? ഇനി അതല്ല നമ്മുടെ കഴിവ് തെളിയിക്കാൻ വേണ്ടിയിട്ടാണോ? ഈ മടി തോന്നുന്ന സമയത്ത് നമ്മുടെ ഈ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുക, നിങ്ങളുടെ സാഹചര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക. നമ്മുടെ മടിയേക്കാൾ വലുതായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മത്സര പരീക്ഷകളിൽ വിജയിക്കുക എന്ന് പറയുന്നത് കൂടുതൽ ബുദ്ധിയുള്ളവരോ അക്കാഡമിക്കലി എക്സലന്റ് ആയിട്ടുള്ളവരോ അല്ല, മറിച്ച് മടി കൂടാതെ ആത്മവിശ്വാസം